നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് ഒരു ദിവസം കൊണ്ട് കറങ്ങി കാണാൻ പറ്റുന്ന കുറച്ച് സ്ഥലങ്ങൾ പോകാനായിട്ട് ഇറങ്ങിയാണ്. നേരത്തെ നമ്മൾ നെട്ട പോയിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ കോതയാറോട്ടാണ് ഇപ്പോൾ പോകുന്നത്. കോതയാർ പോകുന്ന നെട്ടേന്ന് കയറി നമ്മൾ പേച്ചിപ്പാറ ഡാമിന് അവിടെ വന്നു കഴിയുമ്പോൾ അവിടെ നിന്ന് ഒരു 300 മീറ്റർ പോകുമ്പോഴത്തേക്ക് ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. അവിടെ ഇറങ്ങി ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് ഒരാൾക്ക് 30 രൂപയും വണ്ടിക്ക് 50 രൂപയും അങ്ങനെയാണ് ചാർജ് വരുന്നത്. അപ്പോൾ അത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നേരെ കോതയാറേക്ക് കയറി. ഇപ്പോൾ അവിടെ നിന്ന് പിന്നെ ഒരു 18 കിലോമീറ്ററാണ് കോതയാറേക്ക് പോകാനുള്ളത്. ഫോറസ്റ്റ് റോഡാണ്. അപ്പോൾ നമ്മൾ അതിലേ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. നല്ല സീനിക്കായിട്ടുള്ള കാഴ്ചകളാണ്. നമുക്ക് നല്ലൊരു ഡ്രൈവ് ആസ്വദിച്ച് പോകാൻ പറ്റിയൊരു സ്ഥലമാണ്. അപ്പോൾ അങ്ങോട്ട് പോയിട്ട് എന്തെങ്കിലും കാഴ്ചകളുണ്ടെങ്കിൽ നമുക്ക് കാണാം. അപ്പോൾ എല്ലാ സുഹൃത്തുക്കൾക്കും ബിൻഷാഗ്ലോയിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളെ കൂടെ അൻസി ഉണ്ട്, കുട്ടികളുണ്ട്. അൻസിയുടെ കസിൻ സിസ്റ്റേഴ്സ് 2 പേരുണ്ട്. ഹായ്, നമ്മുടെ ഹൈസുവിൻ്റെ ഹായ് കിട്ടിയല്ലോ. അപ്പോൾ ഞങ്ങളൊരു ഫാമിലി പിക്നിക് ആവുകൊണ്ട് ഇത് വ്ളോഗ് ചെയ്യണമെന്ന് ഉദ്ദേശിച്ചതല്ല. പക്ഷെ നമ്മളിങ്ങനെ കയറി വന്നപ്പോൾ ഒരു വ്ളോഗ് ചെയ്യാൻ വേണ്ടി ഉണ്ട്, കാഴ്ചകളുണ്ട്. അങ്ങനെ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന കേട്ടോ. നമുക്ക് വേറെ കാഴ്ചകളുണ്ടോ നോക്കാം. അടിപൊളി. സിയേ എന്താ രസം നോക്കിയേ കണ്ടോ. ഇത് റബ്ബർ എസ്റ്റേറ്റ് ആണ് കേട്ടോ. റബ്ബർ എസ്റ്റേറ്റ് ആണ്. അതിൻ്റെ ഇടയിൽ ഇത് പൈനാപ്പിൾ പ്ലാന്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്ന റബ്ബർ പുതിയ മുറിച്ച് കഴിഞ്ഞ് പ്ലാന്റ് ചെയ്തപ്പോഴത്തെ അതിൻ്റെ കൂടെ പൈനാപ്പിൾ വെച്ചിരിക്കുന്നത്. അതിനപ്പുറത്ത് നമുക്ക് ആ പേച്ചിപ്പാറ ഡാമിൻ്റെ റിസർവോയർ കാണാം. കുറേ ദൂരം നല്ല റോഡുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മൾ കയറി വരുമ്പോൾ കാണുന്ന റോഡ് നല്ല റോഡാണ്. ഇതൊരു 6 കിലോമീറ്ററുള്ള നല്ല റോഡുണ്ട്. അത് കഴിഞ്ഞ് മോശമാണെന്നാണ് പറഞ്ഞത്. എന്നിരുന്നാലും കുഴപ്പമില്ല, 3 മണി വരെയാണ് ടൈം. നിങ്ങൾ പോയിട്ട് വന്നോളൂ എന്ന് ചെക്ക് പോസ്റ്റിൽ നിന്ന് ആ പുള്ളിക്കാരൻ പറഞ്ഞു. അങ്ങനെ അകത്തോട്ട് പോവുക. ഭയങ്കര രസം കേട്ടോ. ഈ തിരുവനന്തപുരത്ത് നമ്മൾ തൊട്ടടുത്തേ ഇപ്പോൾ ഇടുക്കിയിലൊക്കെ നമ്മൾ കാണുന്ന പോലുള്ള പ്രദേശവും റോഡും അങ്ങനെയുള്ള സ്ഥലങ്ങളുണ്ടെന്ന് കാണുന്നത് തന്നെ ഒരു വല്ലാത്ത സന്തോഷവും. കറക്റ്റ് 6 കിലോമീറ്റർ കഴിഞ്ഞപ്പോഴത്തെ റോഡ് മോശമായി കേട്ടോ. ഇപ്പോൾ റോഡ് പൊട്ടിപ്പൊളിഞ്ഞ റോഡിലേക്ക് തുടങ്ങുകയാണ്. ആ പുള്ളി പറഞ്ഞ കറക്റ്റാണ്. പക്ഷെ ഇങ്ങോട്ട് വരുന്ന നല്ല രസമാണ് വണ്ടി ഓടി വരാൻ. ഇതൊക്കെ നോക്കിയേ, ഇതൊക്കെ എന്തോ ഇത് ആള് താമസമുള്ളതാണോ ഫോറസ്റ്റിൻ്റെ. നമ്മുടെ റൈറ്റ് സൈഡിലെ റിസർവോയർ ആണ് കേട്ടോ. അതിന് സൈഡിൽ കൂടെ ഇങ്ങനെ നമ്മൾ അകത്തോട്ട് പോകുന്നത്. ഭയങ്കര രസമുണ്ട് കാണാൻ. ഇവിടെ പുറത്ത് ഇറങ്ങരുതെന്ന് അവർ പറഞ്ഞു, അതുകൊണ്ടാണ് നമ്മൾ ഇറങ്ങാത്തത്. ഇവിടെ എന്താണ് ഇത്? റബ്ബറിൻ്റെ പാല്. റബ്ബർ എസ്റ്റേറ്റ് ആണ്. ഫോറസ്റ്റിനകത്ത് റബ്ബർ എസ്റ്റേറ്റും. എന്താണ് സംഭവം എന്ന് മനസ്സിലാവുന്നില്ല. നമ്മൾ കുറച്ചകത്തോട്ട് ഓടി വന്നപ്പോൾ ഒന്ന് നിർത്തി കേട്ടോ. ഇവിടെ നിർത്താൻ പാടില്ലെന്നാണ് പറഞ്ഞാൽ. എന്നാലും എന്താണ്ട് ഇങ്ങനെ ഈ സീനറി കാണുമ്പോൾ നിർത്താതിരിക്കാൻ പറ്റുമോ? നോക്കിയത് ആ റിസർവോയറിൻ്റെ ഭാഗവും അതിൻ്റെ കൂടെ ഈ ഒരു റൈറ്റ് സൈഡിൽ നമ്മൾ കാണുന്ന മൊത്തം റബ്ബറാണ് കേട്ടോ. ഈ വരുന്ന വഴിക്കെല്ലാം റബ്ബറും തോട്ട് വരുന്നു. പക്ഷേ ലെഫ്റ്റ് സൈഡിൽ കണ്ടോ, ഇത് നല്ല ഫോറസ്റ്റാണ്. നല്ല ഡെൻസ് ഫോറസ്റ്റാണ് ലെഫ്റ്റ് സൈഡിൽ കാണുന്നത്. ആ ഫോറസ്റ്റിൻ്റെ സൗണ്ടൊക്കെ കേൾക്കാം. ഒരു സെക്കൻഡ് ഒന്ന് സൈലൻ്റായിട്ട് നമുക്ക് നിന്ന് നോക്കാം. കണ്ടോ ആ ചീവിട് കരയുന്ന ആ സൗണ്ട് ഉണ്ടോ ഫോറസ്റ്റിൻ്റെ. ഹൈസോ എങ്ങനെയുണ്ട് മോനെ? അടിപൊളി തന്നെ. നോക്കി ആ സീനറി നോക്കി. അതിനകത്ത് നമുക്ക് ആ മുകളിലായിട്ടേ അവിടെ ഒരു വെള്ളച്ചാട്ടം കാണാം. മോൻ കണ്ടാ മോനെ വെള്ളച്ചാട്ടം? ദൂരെ നമുക്കിത് സൂം ചെയ്ത് നോക്കുമ്പോൾ അതറിയാൻ പറ്റും. അടിപൊളി സീനറി കേട്ടോ. ഇങ്ങോട്ട് വരുമ്പോൾ താണ്ട് താഴെ ലേക്ക് കണ്ട. ലേക്കല്ല, റിസർവോയറാ. എന്താ ഭംഗിയെന്നറിയോ. നമ്മളതിലെ കുറച്ച് ഓടി വന്നപ്പോൾ ഒരു ചെറിയൊരു ടൗൺ, ചെറിയൊരു ജംഗ്ഷൻ പോലെ സ്ഥലം എത്തി കേട്ടോ. ഇതാണ് മോതിരമല. ഇവിടെ ബസ് വരുന്നുണ്ട്. നമ്മൾ നേരത്തെ കണ്ടല്ലോ, ആ ബസ് ഇവിടം വരെ വരുന്നുണ്ട്. കോതയാർ വരെ പോകുന്നതാണ്. അത് ഇതിലേ വരുന്നുണ്ട്. ഇവിടെ ചെറിയൊരു വെള്ളച്ചാട്ടം ഉണ്ട് കേട്ടോ. ആ വെള്ളച്ചാട്ടം കണ്ട് നമ്മൾ ഇറങ്ങിയതാണ്. അതാ നോക്കിയേ, എന്താ രസം നോക്കിയേ. ഒരു പാലം, അവിടെ നീ വെള്ളച്ചാട്ടം നോക്കിയേ. മുകളിന്നേ ഇങ്ങനെ വരുക. ഇത് അപ്പുറത്ത് കൂടെ അവരെല്ലാവരും ഇറങ്ങുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ മഴയില്ലാത്തതുകൊണ്ടായിരിക്കും കേട്ടോ വെള്ളം കുറവ്. അല്ലെങ്കിൽ മുകളിൽ നിന്ന് നല്ല സ്ട്രെച്ചിൽ വെള്ളം ഉണ്ടാവും. നോക്കിയേ.
ഇതാണ് മോതിരമല ജംഗ്ഷൻ കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു ഹോട്ടലുണ്ട് ഭക്ഷണം കഴിക്കാൻ. എന്നിട്ട് ഇവിടുന്ന് ലെഫ്റ്റിലോട്ട് ഒരു റോഡ് കയറി പോകുന്നുണ്ട്. ഇവിടുന്ന് ഇതാണ്ട് ഈ സൈഡിൽ കൂടെ ഈ ഒരു സ്റ്റേജ് കാണുന്നില്ല, അതിൻ്റെ സൈഡിൽ കൂടെ നമുക്ക് വെള്ളച്ചാട്ടത്തിലേക്ക് ഇറങ്ങാം. നമ്മൾ വാട്ടർഫാൾസിന് മഴ തുടങ്ങി കേട്ടോ. വാട്ടർഫാൾസിൻ്റെ അവിടെ നിന്ന് കുറച്ച് മുകളിലേക്ക് കയറി വരുമ്പോൾ റൈറ്റ് സൈഡിലോട്ടൊരു ട്രൈബൽ സെറ്റിൽമെൻറ്റ് കോളനി പോകുന്ന വഴിയാണ്. അത് കഴിഞ്ഞ് ലെഫ്റ്റ് സൈഡിലോട്ടുള്ള വഴിയെ നമ്മൾ കാണുമ്പോൾ ഇങ്ങനെ ഒരു ബോർഡ് കാണാം കേട്ടോ. ഇത് റബ്ബർ മൈലാർ റബ്ബർ പ്രോഡക്റ്റ് റബ്ബർ ഫാക്ടറി, അരസ് റബ്ബർ ഫാക്ടറി, അതായത് തമിഴ്നാട് ഗവൺമെൻറ്റിൻ്റെയാണ്. നമുക്ക് റൈറ്റിലോട്ടുള്ള വഴിയെ തന്നെ ഇങ്ങനെ തിരിഞ്ഞു പോകണം. വേറെ എങ്ങോട്ട് നമ്മൾ പൊക്കിവിടുക കേട്ടോ. അവിടെയെല്ലാം ഇതാണ് ട്രൈബൽ സെറ്റിൽമെൻ്റ് ആണ്. ട്രെസ്പാസസ് വിൽ ബി പ്രോസിക്യൂട്ടഡ് ആണ്. അവിടെ നിന്ന് കുറച്ചും കൂടെ ഓടി വരുമ്പോൾ താണ്ട് ഇങ്ങനെ ഒരു വാട്ടർഫാൾസ് കാണാം കേട്ടോ. ഇതുണ്ടോ, നമ്മളിവിടെ ഇപ്പോൾ ഇറങ്ങുന്നില്ല, നമുക്ക് സമയം താമസിച്ച് നമുക്ക് നേരെ കോതയാറ് ചെല്ലണം. അതിനുവേണ്ടി പോയി തിരിച്ചു വരുമ്പോൾ പറ്റുമെങ്കിൽ ലൈറ്റ് ഉണ്ടെങ്കിൽ നമ്മളിവിടെ ഇറങ്ങും. അടിപൊളിയല്ലേ? നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടിൽ വന്നൊരു കുരങ്ങ് വെള്ളം കുടിക്കുന്നു, മാറുന്നില്ല. അത് മാറക്കുരങ്ങ നമ്മൾ പോട്ട്. കുറച്ചുകൂടെ ഫ്രണ്ടിലേക്ക് ഓടി വന്നപ്പോൾ ദാ ഇങ്ങനെ ഒരു അരുവിയും, ആ അരുവിക്ക് മുകളിലൂടെ ദാ ഇതുപോലൊരു പാലവും. എന്ത് രസമെന്നറിയോ ഈ പാലം കാണാനായിട്ട്. ഇത് പണ്ട് ഉരുൾപൊട്ടലൊക്കെ ഉണ്ടായ സ്ഥലങ്ങളായിരിക്കും കേട്ടോ. ഈ കല്ലുകളൊക്കെ കാണുന്ന കണ്ടില്ലേ, ഒരുമാതിരി മണ്ണിൻ്റെ അടിയിൽ നിന്ന് ഉരുണ്ട് വന്ന ഉരുൾപൊട്ടി വന്ന കണക്കത്തെ കല്ല അല്ലേ? എങ്ങനെയുണ്ട് സുമി? അടിപൊളിയല്ലേ സ്ഥലം? ഇവിടെ വന്നപ്പോൾ ഇവിടെ ഒരു പോസ്റ്റ് ഓഫീസാണ് കേട്ടോ. അത് എവിടെ വരുമ്പോൾ അവിടെ ഒരു പോസ്റ്റ് ഓഫീസാണ്. ഇത് നോക്കിയാൽ ഈ പാലത്തിൽ കൂടെ കയറിയിട്ട് അവിടുത്തെ കാഴ്ചകൾ കാണിച്ചു തരാം. എന്ത് ഭീകരമാണെന്ന് നിങ്ങളൊന്ന് നോക്കിയേ. ഇതാ കണ്ടോ, ഇത് കാണുമ്പോൾ കറക്റ്റ് അറിയാം വലിയ ഒരു ഉരുൾപൊട്ടലൊക്കെ സംഭവിച്ച് വെള്ളവും മണ്ണും പാറയൊക്കെ ഒഴുകി വന്ന സ്ഥലങ്ങളാണ് എന്നുള്ള മനസ്സിലാവും. അത്രയ്ക്ക് വലിയ പാറകളാണ് വന്ന് കിടക്കുന്നത്. തിരുവനന്തപുരത്തും കൊല്ലത്തും ഒക്കെ ആണെങ്കിലേ ഒരു ഡ്രൈവിന് വേണ്ടി ധൈര്യമായിട്ട് ഇറങ്ങിക്കുള്ള അടിപൊളി സ്ഥലമാണ് കോതയാറേക്ക് വരുന്ന ആ റൂട്ട്. നമുക്ക് ആ ഫോറസ്റ്റിനകത്ത് കൂടെ ഒരു ഡ്രൈവ് നല്ല എൻജോയ് ചെയ്ത് പോകാൻ നല്ല അടിപൊളി സീനിക്കായിട്ടുള്ള കാഴ്ചകളും ഒക്കെയാണ്. നമ്മളൊരു ഉച്ചയ്ക്ക് ശേഷമാണ് ഇറങ്ങി പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ വന്ന റൂട്ടുകൾ കണ്ടല്ലോ അല്ലേ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിലിരിക്കാതെ അടുത്ത അവധി ദിവസം കിട്ടുമ്പോഴത്തേക്ക് ഇങ്ങോട്ടേക്ക് ഇറങ്ങിക്കോളൂ. ഇതാണ് കേട്ടോ കോതയാർ. ഇവിടെ വന്നാണ് തീരുന്നത്. കോതയാർ ടൗണാണ് ഈ കാണുന്നത്. അതാണ്ട് ആ റോഡ് പോകുന്നുണ്ടോ, അതിലെങ്ങനെ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ എന്താണ് പവർ ഹൗസിലേക്ക് പോകുന്ന വഴിയാണ്. അത് റിസ്ക്കാണ്. അതിലേ പോയി കഴിഞ്ഞാൽ ആന ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ ഇങ്ങോട്ട് ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇനി അങ്ങോട്ട് വേറെ ഒന്നുമില്ല, ഇത് പവർ ഹൗസിൻ്റെ ഏരിയയാണ്. അപ്പോൾ അതിനകത്തൊക്കെ ആന ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. ഇവിടേക്ക് ആന വരുന്ന സ്ഥലമാണെന്നാണ് താണ്ട് ഈ ചേച്ചി നമ്മളോട് പറഞ്ഞ്. നമുക്ക് ഇവിടെയുള്ള വാട്ടർഫാൾസ് എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് കയറി വരുന്നതിന് മുമ്പ് അവിടെ ഒരു വെയിറ്റ് ഷെഡുണ്ട്. അവിടെ നിന്ന് കുറച്ച് അകത്തോട്ട് പോകുന്നതാണ് ആ വാട്ടർഫാൾസ്. ഈ സമയത്ത് പോകണ്ട എന്നാണ് പറഞ്ഞത്. കാര്യം അവിടെ പ്ലാന്റേഷനിൽ ഇപ്പോൾ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ആൾക്കാരും കാണില്ല, വിജനമായി കിടക്കുകയായിരിക്കും, പോകുന്ന റിസ്ക്കാണ് എന്നാണ് പറഞ്ഞത്. നമ്മളൊന്ന് ആ വാട്ടർഫാൾസ് വരെ പോകാമെന്ന് തീരുമാനിച്ചു കേട്ടോ. കോതയാറിന്ന് തിരിച്ചിറങ്ങിയിട്ട് ആ വെയിറ്റ് ഷെഡിന് അവിടെ നിന്ന് നമ്മൾ കോതയാറിലേക്ക് വരുമ്പോഴാണെങ്കിൽ ലെഫ്റ്റ് സൈഡ്, തിരിച്ചിറങ്ങി പോകുമ്പോഴാണെങ്കിൽ റൈറ്റ് സൈഡ്, അതിലെ കുറച്ച് അകത്തോട്ട് കയറി വരികയാണ്. അപ്പോൾ അവിടെ ചോദിച്ചപ്പോഴും വാട്ടർഫാൾസ് ഈ റോഡ് തന്നെയാണെന്ന് പറഞ്ഞു. ആനയൊക്കെ ഉണ്ടാവും, തിരിച്ച് നിങ്ങൾ ഇതിൽ തന്നെ ഇറങ്ങി വരണേ എന്ന് അവർ പറഞ്ഞു വിട്ടു. എന്തായിരുന്നാലും ഭീകരമായൊരു അന്തരീക്ഷമാണ്. നമുക്ക് പോകുന്ന വഴി കുറച്ച് ഭയാനകമാണ്, പേടി തോന്നുന്നുണ്ട്. വേറെ ആരെയും ഒന്നും കാണാനുമില്ല, ഫുള്ള് കാടുമാണ്. ചെറിയ ബിൽഡിങ്ങുകളൊക്കെ ഉണ്ടെങ്കിലും ഒന്നും ആരും ഇങ്ങോട്ട് വരുന്നതൊന്നുമില്ല. അപ്പോൾ നമ്മളൊന്ന് പോയി നോക്കാം അകത്തോട്ട്. ഫാൾസ് എത്തട്ടെ, എന്താണെന്നുള്ള അറിയാലോ. നമ്മൾ ഇതുവരെ വന്നിട്ട് അത് കാണാതെ പോയതല്ലോ. അഥവാ ഇനി ആനയെ കാണുകയാണെങ്കിൽ ആനയെ കാണിച്ചു തരാം. ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്, ഫാൾസ് നേരെ മുകളിലോട്ട് 3 കിലോമീറ്റർ. അത് ട്രൈബൽ സെറ്റിൽമെൻ്റ് ആണ് കേട്ടോ, ലെഫ്റ്റിലോട്ട്. അപ്പോൾ നമ്മൾ സ്ട്രെയിറ്റ് നേരെ തന്നെ പോകേണ്ടുന്നത്. ലെഫ്റ്റിലോട്ട് പോയി കഴിഞ്ഞാൽ ട്രൈബൽ സെറ്റിൽമെൻ്റ് ആണ്. ട്രെസ്പാസസ് വിൽ ബി പ്രോസിക്യൂട്ടഡ് ആണ്. അപ്പോൾ നമുക്ക് കണ്ടോ സുമി, പേടി തോന്നുന്നുണ്ടോ? ഇല്ലേ? അത് ക്യാമറയിൽ കൂടെ കാണുന്നുണ്ട്. വണ്ടിയുടെ ഗ്ലാസ്സിൽ കൂടെ കാണുമ്പോൾ ഒരു ചെറിയ പേടിയൊക്കെ തോന്നും. കമ്പൊക്കെ നീണ്ടിരിക്കുന്നു. വിജനമായ ഏരിയ ഇതാണ് കേട്ടോ ആ വെള്ളച്ചാട്ടം, കോതയാർ വാട്ടർഫാൾസ് എന്ന് പറയുന്നത്. നല്ല രസമുണ്ട്. അത് ഭയങ്കരമായിട്ടുള്ളൊരു വെള്ളച്ചാട്ടമല്ല, ചെറിയൊരു ഹൈറ്റിൽ നിന്ന് വെള്ളം ഇങ്ങനെ വീഴുന്നത്. പക്ഷേ ആ നല്ല പരന്ന പാറയാവുണ്ടേ, അത് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇറങ്ങി കുളിക്കാനൊക്കെ പറ്റുന്ന സ്ഥലം. പക്ഷേ നമ്മൾ വന്നത് കുറച്ച് വൈകിപ്പോയി, അതുകൊണ്ട് തന്നെ ഇവിടെ നിൽക്കുമ്പോൾ ഒരു പേടിയുണ്ട്.
ഇതാണ് വെള്ളച്ചാട്ടം. അടിപൊളിയല്ലേ കാണാൻ? കുഴിയാണ് കേട്ടോ, ദിവസം ഇറങ്ങല്ലേ. സൂപ്പർ. ഇവിടെ നിന്ന് ഇങ്ങോട്ടും വഴി കിടപ്പുണ്ട് കേട്ടോ, പക്ഷേ അത് നല്ല കാട്ടിനകത്തേക്ക് ചെന്ന് കയറുക. അങ്ങോട്ടൊക്കെ പോകുന്നത് ഡേഞ്ചർ ആയിരിക്കും ആരും ഇല്ലാതെ. നമ്മളെ ഫാമിലി ഉള്ളതല്ലേ, അപ്പോൾ നമുക്ക് വേറെ റിസ്ക് എടുക്കണ്ട. അപ്പോൾ ഇവിടെ കംപ്ലീറ്റ് അരുവിയാ. സൂപ്പർ. വാവ്, അടിപൊളി. ഫുള്ള് അരുവികളാണ് കേട്ടോ ഇങ്ങോട്ട് കയറി വരുമ്പോൾ. പിന്നെ അടിപൊളി ഫോറസ്റ്റും അതിനകത്ത് മൊത്തം കംപ്ലീറ്റ് അരുവിയും. അവിടെ നല്ല തിക്ക് ഫോറസ്റ്റാണ്. അവിടെ എന്തൊക്കെ ബോർഡ് വെച്ചിട്ടുണ്ട്. അവിടെ നിന്ന് കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് വരുമ്പോൾ ഇങ്ങനെയാണ് കേട്ടോ കാണുന്നത്. ഇതും ആ അരുവി തന്നെയാണ്, പക്ഷെ അത് രണ്ടായിട്ടാണ്. അവിടെ നിന്ന് അപ്പുറത്തുനിന്ന് ഒഴുകി വരുന്ന ഒരു അരുവിയുണ്ട്, ഇങ്ങോട്ട് വണ്ടി പോകില്ല. ഇവിടെ റോഡ് തകർന്നു പോയിരിക്കുക കണ്ടോ. ഇത് ഇങ്ങോട്ടൊരു ട്രൈബൽ സെറ്റിൽമെൻറ്റ് ഏരിയ ആണേ. അതുപോലെ താണ്ട് ഇവിടെ വന്നിട്ട് ഇവിടെ നിന്ന് മുകളിലോട്ടൊരു 100 മീറ്റർ മുകളിലോട്ട് പോയാൽ വേറൊരു വാട്ടർഫാൾസും കൂടെ ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ 4 മണി കഴിഞ്ഞു. അപ്പോൾ ഇങ്ങോട്ട് പോകരുതെന്ന് എഴുതിയിട്ടുണ്ട്, അത് സെറ്റിൽമെൻറ്റാണ്. അപ്പോൾ ഇതിലേ കയറിപ്പോയാലാണ് മറ്റേ വാട്ടർഫാൾസ് ഉള്ളത്. അപ്പോൾ അത് നമ്മൾ ഇന്നിപ്പോൾ പോകുന്നില്ല, ഇനി എവരെയും കൊണ്ട് പോകുക ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും വരുമ്പോൾ ഇതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യുക. അടിപൊളിയാട്ടോ, അടിപൊളി. വനത്തിനകത്ത് കൂടെ ഉള്ളൊരു അടിപൊളി യാത്രയാണ്. പെട്ടെന്ന് തീരുമാനിച്ച് തിരുവനന്തപുരത്ത് നിന്ന് നമ്മൾ പുറപ്പെട്ട യാത്രയായിരുന്നു. കോതയാർ നെട്ടവഴി കോതയാറിലേക്കുള്ളത് അടിപൊളിയായിരുന്നു. അപ്പോൾ കോതയാർ പോയിട്ട് ഇനി എങ്ങോട്ട് പോകണമെന്നുള്ളതിനെക്കുറിച്ച് തീരുമാനമായിട്ടില്ല. അപ്പോൾ ഇതുവരെ വന്നപ്പോൾ ഉള്ള യാത്രയെല്ലാം അടിപൊളിയായിരുന്നു. വനത്തിനകത്ത് കൂടെ വന്ന യാത്രയും കാഴ്ചകളും എല്ലാം അടിപൊളിയായിരുന്നു. അപ്പോൾ നിങ്ങളും ഇതേണക്കൊരു യാത്ര ഒന്ന് പ്ലാൻ ചെയ്യുക, ഒന്ന് ട്രൈ ചെയ്യുക കേട്ടോ. കുഴപ്പമില്ല, റോഡ് അത്യാവശ്യം കുഴപ്പമില്ല. ബൈക്കിലും കാറിലും സ്വിഫ്റ്റ് ഡിസയറും ആൾട്ടോയൊക്കെ വരുന്നുണ്ട്. കുറച്ച് മോശമാണെങ്കിൽ നമുക്ക് വണ്ടി ഓടി വരാൻ പറ്റും. ഫാമിലിയായിട്ട് വരാൻ പറ്റിയ സ്ഥലമാണ്. വന്നൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. ഒരു അവധി ദിവസം ഉണ്ടെങ്കിൽ ഇറങ്ങാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ തുടർന്ന് അങ്ങോട്ട് പോട്ടെ. വേറെ എന്തെങ്കിലുമൊക്കെ കാഴ്ചകളുണ്ടെങ്കിൽ അടുത്ത വീഡിയോ ആയിട്ട് കാണിക്കുക. ഇതിപ്പോൾ അത്യാവശ്യം ലെങ്ത് ആയിട്ടുണ്ടാവും. അപ്പോൾ ഓക്കെ, ബൈ ബൈ. അടുത്ത വീഡിയോയിലൂടെ നമുക്ക് കാണാം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ.